Good morning. Today going to talk about approaches in determining the cost of capital. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ 6th യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്രോച്ചസ് ഇൻ ഡിറ്റർമിനിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഡിഫറെൻറ്റ് അപ്രോച്ചുകൾ. നമ്മൾ സാധാരണഗതിയിൽ ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ച് എന്നുള്ളതാണ് പറയുക. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എ ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺ ലെവൽ ഓഫ് ഫിനാൻസിങ് ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലെവൽ ഓഫ് ഫിനാൻസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എ ഫേം ക്യാൻ ചേഞ്ച് ഇറ്റ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബൈ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ഡിഫറൻസ് വരുന്നു എന്നാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. ഇഫ് എ കമ്പനി ഹാസ് 9% ഡിബഞ്ചേഴ്സ്, ദ കോസ്റ്റ് ഓഫ് ഫണ്ട് റേസ്ഡ് ഫ്രം ദ സോഴ്സ് കംസ് ഓൺലി 4.5%, 50% ടാക്സ്. അതായത് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 9% ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 9% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതിൽ 50% ക്യാഷ് ടാക്സിൽ നമുക്ക് പോകും. ബാക്കിയുള്ള 4.5% മാത്രമേ നമുക്ക് കൊടുക്കേണ്ടതുള്ളൂ. ഫണ്ട് ഫ്രം പ്രിഫറൻസ് ഷെയർ ഓൾസോ ഇൻവോൾവ് കോസ്റ്റ്. ദെൻ ഡിബഞ്ചർ ചീപ്പറാണ്. ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് റേറ്റ് യൂഷ്വലി ലോവർ ദാൻ ദ ഡിവിഡൻഡ് റേറ്റ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേണും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് റിട്ടേണും ഡിഫറൻസ് ഉണ്ട്. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ലോണ് പോലെയാണ്. അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് അത് ചീപ്പർ റേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് 9% എന്നുണ്ടെങ്കിൽ 4.5% അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഫുൾ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻട്രസ്റ്റ് ഈസ് ഷോൺ ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ആണ്. ഇവിടെ നമ്മൾ ട്രഡീഷണൽ അപ്രോച്ചിൽ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ ട്രഡീഷണൽ അപ്രോച്ചും മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അതായത് ഓരോ ടൈപ്പ് ഓഫ് സ്ട്രക്ചറിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച്, അതായത് ഡെപ്റ്റും ഇക്വിറ്റിയും ആയിട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യും. ആ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഫണ്ട് ഇക്വിറ്റി കൂടുതലാവുക അല്ലെങ്കിൽ ഡിബഞ്ചർ കൂടുതലാവുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ഡിഫറൻസ് വരും. നമുക്ക് കൊടുക്കേണ്ടി വരുന്ന റിട്ടേണിന് വ്യത്യാസമുണ്ടാവും എന്നുള്ളതാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. ഇനി മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് കമ്പനി ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് മെത്തേഡ് ആൻഡ് ലെവൽ ഓഫ് ഫിനാൻസിങ്. അതായത് അപ്രോച്ചസ് സേസ് ദാറ്റ് ചേഞ്ചസ് ഇൻ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഡസ് നോട്ട് അഫക്റ്റ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്, ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള മിക്സിൽ വ്യത്യാസം വരുത്തിയാലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ച് പറയുന്നത്. മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് പറയുന്നത് ഇറലവൻ്റ് ആണ്. അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയായി, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡെറ്റ് ഇക്വിറ്റി മിക്സ് എങ്ങനെയായാലും അത് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന പൈസയ്ക്ക് വ്യത്യാസങ്ങൾ വരുത്തുന്നില്ല എന്നുള്ളതാണ് മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ച് പറയുന്നത്. അതായത് 9% ഡിബഞ്ചേഴ്സും ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സും ഈക്വലായിട്ട് നമ്മൾ റേസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ റേസ് ചെയ്ത് കഴിഞ്ഞാൽ ദ കമ്പനി ഹാസ് പ്രസൻറ്റ് ഈവൻ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ചേഞ്ചസ് 60 to 40% ഇക്വിറ്റി ആണെങ്കിൽ അങ്ങനെ മാറ്റം വരുത്തിയാലും എന്തിൽ വരില്ല? ഡെറ്റ് ഈസ് ചീപ്പർ ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ കം ഡൗൺ. അതായത് ഡെറ്റ് കൂടി ഇക്വിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഡെറ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവാണ്. അപ്പോൾ നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. ഇനി ഇക്വിറ്റി ഷെയറാണ് കൂടുതലെങ്കിൽ ഇക്വിറ്റി കൂടുതലും മറ്റേ ഡെറ്റിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അപ്പോൾ എങ്ങനെ ആയാലും, അതായത് ഡിബഞ്ചർ കൂടുതൽ ഇഷ്യൂ ചെയ്താലും ഇക്വിറ്റി ഷെയർ കൂടുതൽ ഇഷ്യൂ ചെയ്താലും നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് പറയുന്നത്. അതായത് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ടിനെ നമുക്കതൊന്ന് ഏൺ ചെയ്യേണ്ട മിനിമം റേറ്റ് ഓഫ് റിട്ടേണിന് വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ് മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ച് ഇറലവൻ്റ് ആണ്. മിക്കപ്പോഴും അത് ഇറലവൻ്റ് അപ്രോച്ചാണ് മോഡിഗ്ലിയാനി. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ചിനെ പല സ്റ്റേജസിൽ നമുക്ക് പഠിക്കാനുണ്ട്. ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത് ഈ ഡെറ്റ് ഇക്വിറ്റി മിക്സ് മാറ്റുമ്പോൾ നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ എഫക്റ്റ് വരും എന്നുള്ളതാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ചിൽ പറയുന്നത് റിസ്ക് ക്ലാസ് കൺസിഡർ ചെയ്യുമ്പോൾ ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻഡിപെൻഡൻറ്റ് ഇറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ ഫണ്ട് റേസ് ചെയ്താലും അത് ഓവറോൾ കോസ്റ്റ് ഓഫ് നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ട റിട്ടേൺ, അത് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് വ്യത്യാസങ്ങൾ വന്നാലും നമുക്ക് എന്ത് കിട്ടണം? എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എത്ര
കിട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്. അത് ഡെറ്റായിട്ട് റേസ് ചെയ്താലും ഇക്വിറ്റി ആയിട്ട് റേസ് ചെയ്താലും ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം ക്യാൻ കമ്പ്യൂട്ടർ ക്യാപിറ്റലൈസിങ് എക്സ്പെക്റ്റഡ് സ്ട്രീം ഓഫ് ഓപ്പറേറ്റിംഗ് ഏണിങ്സ്. മെയിനായിട്ട് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ഏണിങ്സ് ആണ്, നമ്മുടെ പ്രോഫിറ്റാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ന്. കട്ട് ഓഫ് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ്, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതിനുള്ള കാരണങ്ങൾ അസംഷൻസ്, മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ചിൻ്റെ അസംഷൻസ് പറയുന്നത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റാണ്, ഇൻവെസ്റ്റേഴ്സ് ഫ്രീ ടു ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റി. നമുക്ക് ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ വിറ്റിട്ട് ഡിബഞ്ചർ വാങ്ങും. അതായത് റേഷണൽ ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഷെയറിനാണ് കൂടുതൽ പൈസ കിട്ടണമെന്ന് വെച്ചാൽ ഷെയറിലേക്ക് മാറും, ഡിബഞ്ചറിനാണ് കൂടുതൽ പൈസ കിട്ടണമെന്ന് വെച്ചാൽ ഡിബഞ്ചറിലേക്ക് മാറും. അതാണ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് റേഷണലാണ്, യുക്തിപൂർവ്വം ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ. ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റി നോ കോസ്റ്റ് സച്ച് എസ് ബ്രോക്കർ കമ്മീഷനും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റർ ബോറോ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസ് വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ്, നമുക്ക് പ്രത്യേകിച്ച് സെക്യൂരിറ്റീസ് ഫ്ലഡ്ജ് ചെയ്തിട്ട് ലോണൊക്കെ എടുക്കുന്നതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കാം. ഏതിനാണ് റിട്ടേൺ കൂടുതൽ കിട്ടുന്നത് അതിലേക്ക് നമ്മൾ മാറും. അപ്പോൾ അതുകൊണ്ടാണ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ പറയുന്നത് അവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ പകുതി ഡെറ്റ് ആയാലും പകുതി ഇക്വിറ്റി ആയാലും അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഫേം ഹാവ് ഗ്രൂപ്പ്ഡ് ഹോമോജീനിയസ് റിസ്ക് ക്ലാസ്, ഒരു പ്രത്യേക തരം അതിന് മാത്രമുള്ള റിസ്ക് ആണ്. സെയിം ഡിഗ്രി ഓഫ് the firm can categorize according to the return they give firm, each class having same degree of financial risk. ഏത് ടൈപ്പ് എടുത്താലും ഒരേപോലെയുള്ള ഫിനാൻഷ്യൽ റിസ്ക് ആണ്, സെയിം എക്സ്പെക്റ്റേഷൻ, എല്ലാ ഇൻവെസ്റ്റേഴ്സും സെയിം ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെന്താണ്, ഇ ബി ടിനെ ഡിപ്പെൻഡ് ചെയ്ത്, ഇ ബി ടി എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നോ കോർപ്പറേറ്റ് ടാക്സസ്. ദെൻ മോഡിഗ്ലിയാനി പറയുന്നത് കോർപ്പറേറ്റ് ടാക്സസ് പ്രത്യേകിച്ച് വേറെ ടാക്സസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഇതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് പറയുന്നത്. In conclusion, it may be said that in spite of correctness of basic reasoning of the Modigliani and Miller approach, the company is subject to income tax and therefore due to tax advice, the cost of debt is lower than the cost of equity. So, കമ്പനിക്ക് ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് അതുപോലെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് കോർപ്പറേറ്റ് ടാക്സ് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ മറ്റവർക്ക് നമുക്ക് എമൗണ്ട് കൊടുക്കേണ്ടി. ബേസിക് അസംപ്ഷൻ ഓഫ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ ക്യാപിറ്റൽ മാർക്കറ്റ് ആ പെർഫെക്റ്റ് സെൽഡം ട്രൂ. പെർഫെക്റ്റ് ആണ്, അവിടെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച്. ഇത് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ചിനെ കുറിച്ചിട്ട് ഇനി പല കാറ്റഗറിയിൽ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.